ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽബട്ടനും കൂടി അമർത്തിയോളൂ കേട്ടോ. അനുമോളെ ലാലേട്ടൻ ശരിക്കും തേച്ച് ഒട്ടിക്കുന്നുണ്ട്, കളിയാക്കിക്കൊണ്ടാണ്, ദേഷ്യം പിടിച്ചിട്ടല്ല, കളിയാക്കിക്കൊണ്ടാണ് തേച്ചൊട്ടിക്കുന്നത്. അറിയാത്ത പോലെ ഭാവിക്കുക, ലാലേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു അനുമോളെ? അത് കുഴപ്പമില്ലായിരുന്നു. ഇത് നെവിൻ എന്തോ പ്രശ്നമാക്കിയില്ലേ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നില്ല. നെവിൻ പിടിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു എന്ന് പറയുന്നു. ഒഴിക്കേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ല. അല്ല, അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ച് ഇങ്ങനെ തെളിച്ചു എന്ന് പറയുന്നത്. ഓക്കെ 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 അപ്പോൾ ലാലേട്ടൻ അങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അനുമോൾക്ക് അങ്ങനെ ബാത്റൂമിൽ പോകാൻ മുട്ടി നിൽക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ലാലേട്ട എനിക്കത് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിപ്പോൾ എന്താണപ്പോൾ സാബുമാൻ സമ്മതിക്കാതിരുന്നത്? അത് അങ്ങനെ പറ്റില്ലല്ലോ ലാലേട്ട, അതല്ലല്ലോ ടാസ്ക്. അതുകൊണ്ടാണ് ചിലപ്പോൾ അനുമോൾ അങ്ങനെ കള്ളത്തരം ചെയ്താലോ അല്ലേ അതിൽ വെച്ചിട്ട്. ഓക്കെ 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 അപ്പോൾ എന്താണ് ആര്യനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? അതിലല്ലേട്ടാ, ആര്യൻ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ നോമിനേഷൻ ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആര്യൻ അങ്ങനെ ചെയ്യുന്നത്. സ്വാഭാവികം. അതിനിപ്പോൾ എന്താ? ഒരു പുതിയ കണ്ടുപിടുത്തമാണല്ലോ, അതിനിപ്പോൾ അല്ല, അതല്ല, ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിച്ചിട്ട് ക്യാപ്റ്റൻ ആക്കാനുള്ള ഇഷ്ടം എന്തൊക്കെ പറയുന്ന അനുമോളെ. അല്ല, ക്യാപ്റ്റൻസി ടാസ്ക് ആര്യൻ ജയിച്ചു കഴിഞ്ഞാൽ നോമിനേഷൻ അപ്പോൾ അനുമോള് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നോമിനേഷൻ മുക്തി വേണ്ടെന്ന് പറയുമോ? ആ ഒരു ഫെസിലിറ്റി വേണ്ടെന്ന് പറയുമോ? ഇല്ലില്ല, അങ്ങനെ പറയില്ല ചേട്ടാ. പിന്നെ ഇപ്പം എന്താണ്, അയാൾക്കും അത് ചെയ്തോടെ? അല്ല, ഞാനും സാബുമാനും ക്യാപ്റ്റനാകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങളായിട്ടില്ലല്ലോ. ഞങ്ങളാണെങ്കിൽ ഇതുവരെ ഹൗസിലാവാത്തരണം, ഇവനൊക്കെ ഒരു വട്ടം ആയിട്ടുണ്ടല്ലോ. അതിനെന്താ, ഒരാൾ കളിച്ച് ജയിക്കുന്നതല്ലേ. അനുമോൾ എന്താണ് പറയുന്നത്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പം അനുമോൾ കിടന്ന് ബബ്ബ അടിക്കുന്നുണ്ട്. എന്താണ് നൂറ മനസ്സിലായോ? അനീഷ് മനസ്സിലായോ? ആരും മനസ്സിലായി നോക്കി. അപ്പോൾ നൂറയ്ക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, അനീഷിനും ആരും മനസ്സിലായിട്ടില്ല എന്ന് പറയും. നൂറ പറയുന്നു അതെന്താ വെച്ചാൽ ഇവന് നോമിനേഷൻ മുക്തി ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബോളൊക്കെ പിടുത്തം? എങ്ങനെ ഉണ്ടായിരുന്നു പറക്കുന്നിലേക്ക് ടാസ്ക്? എങ്ങനെ ഉണ്ടായിരുന്നു അനുമോളെ? അത് നന്നായിരുന്നു. എന്താ ആരൊക്കെ പിടിച്ച് തള്ളിയെന്നോ എന്തൊക്കെ? എന്നെ ആരും തള്ളിയില്ല ലാലേട്ടാ. ഉണ്ട് ലാലേട്ട, എന്നെ തള്ളി എന്നെ ആരും പിടിച്ച് തള്ളിയിരുന്നു. അയ്യോ, എന്തൊരു നുണയെ പറയുന്നത്! എന്നിട്ട് ആരും അവിടെ നിൽക്കുന്നുണ്ട്, എന്തൊരു നുണയെ പറയുന്നത്? അല്ല, അതല്ല, അത് ടാസ്കിൻ്റെ ഇടയിൽ തള്ളിയിരുന്ന് ശരിക്കും അനുമോൾ അങ്ങോട്ടാണ് തള്ളിയത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനുമോളെ ഭയങ്കര തള്ളാണല്ലോ, അനുമോൾ വെറുതെ തള്ളി എന്ന് പറയുകയാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ആരും പറയുന്നുണ്ട് എന്നെ തള്ളിയിരുന്നു ലാലേട്ട, പക്ഷേ ഞാൻ ഗെയിം സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാരി കൊടുത്ത് വന്നല്ലോ, അതെന്താണ് അനുമോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറയുക, ലാലേട്ട ഞാൻ ചുവപ്പ് സാരി എടുത്ത് വന്നത് റെഡ് ബോളാണല്ലോ വരുന്നത്, അപ്പോൾ ഇവരാരും കാണാതിരിക്കാൻ വേണ്ടി റെഡ് സാരി എടുത്ത് വന്നതാണ്. എന്നിട്ട് നേട്ടം ഉണ്ടായോ? പിന്നെ ഞാൻ സാരോട് ഇങ്ങനെ പിടിച്ചു ഇതൊക്കെ ചെയ്തു എന്നാണ്. ഒരു ബസ്സിലെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അനുമോൾ അപ്പം തന്നെ അറിയാത്ത പോലെ, ബസ്സിലെയോ? അതെന്താ അനുമോൾ എന്നെ പറഞ്ഞത് ബസ്സിലെ. അപ്പം നെവിൻ പറയണം മറ്റേ ബസ്സിലെ കാര്യം അക്ബറിനെ ഇതാണ്. അപ്പം അത് അങ്ങനെ ഇല്ല ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് തട്ടി വിട്ടുന്നുണ്ട്. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കണം, അക്ബറിൻ്റെ വെയിറ്റ് മുഴുവൻ എൻ്റെ മേലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് അനുമോൾ തട്ടി വിട്ടുന്നുണ്ട്. പിന്നെ പാവ എൻ്റെ പാൻറ്റിൽ ഞാൻ അങ്ങനെ ബാൻഡ് വെച്ച് കെട്ടിയിരിക്കുകയായിരുന്നു പാൻറ്റ്. ആ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച സമയത്ത് ഇവൻ വന്ന് കട്ടെടുത്ത് കൊണ്ടുപോയി ചെയ്ത്. അപ്പം നെവിൻ പറയുന്നുണ്ട് പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്നും എടുത്തു പോയിട്ടില്ല ലാലേട്ടാ, ഞാനത് പാൻറ്റിൻ്റെ പുറത്തേക്ക് മുടി വന്ന് നിന്നിരുന്നു പാവയുടെ, അപ്പോഴാണ് ഞാൻ വലിച്ചെടുത്തല്ലാണ്ട് ഒരു പെൺകുട്ടിയുടെ പാൻറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ട് എടുക്കാനൊക്കെ ഞാൻ അത്രയും വിഡിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നുമില്ല നെവിൻ, വെറുതെ പറയേണ്ട, ഞാനവിടെ ബാൻഡ് വെച്ച് കിട്ടിയിരുന്നു ലാലേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരു കോയിൻ കാണാതായിട്ടുണ്ട്, അതൊരു പണിയുടെ കോയിനാണ്, അത് ആരെടുത്തത് സത്യം പറയാൻ? അപ്പോൾ എല്ലാവരും പറയും നെവിനോ അല്ലെങ്കിൽ ആദിലെ ആയിരിക്കും എന്ന് നൂറ് പറയുന്നുണ്ട്. അതെന്താ ആദിലെന്നെ പറയാൻ കാരണം? അത് ഇവർ രണ്ടുപേരും കക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുന്നത്. അങ്ങനെ ലാലേട്ട എല്ലാവരും വിളിച്ച് അനുമോളെ വിളിക്കുന്നില്ല. അനുമോൾ കോയിൻ എടുത്തോ? അനുമോൾ ഇല്ല ചേട്ടാ, ഞാൻ എടുത്തിട്ടില്ല, അതൊരു പണിയുടെ കോയിൻ ആയിരുന്നു, അത് ഉടനെ തന്നെ ജയിലിൽ പോവുക എന്ന പണിയായിരുന്നു, അത് കണ്ടുപിടിച്ച് തന്നാൽ ഇപ്പം പണി കിട്ടിയവർക്കൊക്കെ മാറ്റിത്തരാമെന്ന് പറയുന്നത്. അങ്ങനെ അനുമോളെ പൊരിക്കുന്നുണ്ട്.